ഇന്നത്തെ റെസിപ്പിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് നല്ലൊരു മസാല ചായ എങ്ങനെ ഉണ്ടാക്കാമെന്നുള്ളതാണ്. അപ്പം അതിനായിട്ട് 2 കപ്പ് വെള്ളം ചായപാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിലേക്ക് 1 ഗ്രാമ്പു ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ 1 ഏലക്ക തൊലി മാറ്റിയതിന് ശേഷം, ഒരു കാരണവശാലും തൊലി ഉപയോഗിക്കരുത്. ഒരുപാട് കീടനാശിനി പ്രയോഗങ്ങളെല്ലാം ചെയ്തതിന് ശേഷം നമ്മുടെ മുന്നിലേക്ക് എത്തുന്നത്. അതുകൊണ്ട് ദയവ് ചെയ്ത് ഏലക്കായുടെ തൊലി ഒരു ഭക്ഷണ പദാർത്ഥങ്ങളിലും ഉപയോഗിക്കരുത്. ഇനി ഇതിൻ്റെ കൂടെ തന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചി ചതച്ചതും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഒരു ചെറിയ കഷ്ണം കറുവപ്പട്ടയും കൂടെ ഇട്ട് കൊടുക്കുന്നു. കൂടെ തന്നെ പഞ്ചസാരയ്ക്ക് പകരം പനങ്കൽക്കണ്ടം ഇട്ട് കൊടുക്കുന്നു. പഞ്ചസാര നിർബന്ധമായിട്ടും വേണമെന്നുള്ളവർക്ക് അത് ഉപയോഗിക്കാം. പഞ്ചസാര ഉപയോഗിക്കാത്തവർക്ക് അത് ഉപയോഗിക്കാതെയും ഇരിക്കാം. ഇതിപ്പോൾ എല്ലാം കൂടെ നല്ലതുപോലെ തിളയ്ക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് തേയിലപ്പൊടി അല്ലെങ്കിൽ തേയില നമുക്ക് ഇട്ട് കൊടുക്കാം. തേയിലയൊക്കെ അവരവരുടെ ആ ഒരു കടുപ്പത്തിനനുസരിച്ച് കൂട്ടുക കുറയ്ക്കുക ഇതൊക്കെ ചെയ്യാം. ഇപ്പം നല്ലതുപോലെ തിളച്ചിട്ടുണ്ട്. തേയിലപ്പൊടി അല്ലെങ്കിൽ ചായപ്പൊടി ഇട്ട് നല്ലതുപോലെ തിളച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പാലൊഴിച്ച് കൊടുക്കാം. 2 കപ്പ് വെള്ളത്തിന് 1 കപ്പ് പാല് നമുക്ക് കൂടുതൽ വേണോ കുറവ് വേണോ എന്നൊക്കെ നമുക്ക് അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. നല്ലതുപോലെ തിളച്ചിട്ടുണ്ട്. ഇനി സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം ഇതൊന്ന് അരിച്ചെടുക്കാം. ഇപ്പോൾ ഇത് നമുക്കൊന്ന് അരിച്ചെടുക്കാം. നമ്മൾ ചായ ഇട്ട് കഴിഞ്ഞാൽ നല്ല ശക്തിയായ രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒഴിച്ച് പതപ്പിച്ചെടുക്കണം. അങ്ങനെ നമ്മുടെ ഒന്നാം തരം ചൂട് മസാല ചായ ഇവിടെ റെഡി. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ മസാല ചായ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് റെഡിയാക്കി കുടിച്ചു നോക്കുക. നല്ല ടേസ്റ്റാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ നല്ലൊരു റെസിപ്പിയായിട്ട് വരാം. അതുവരേക്കും ബൈ. ഓക്കെ, ഇതെല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക.